ഇപ്പോൾ സമരം നടത്തുന്നത് യഥാർത്ഥ ആശമാരല്ലെന്നും പണം കൊടുത്തുകൊണ്ടിരുത്തിയിരിക്കുന്നവരാണെന്നും ആശമാർ പോയാൽ അംഗനവാടിയെ കൊണ്ടിരുത്തുമെന്നും ഇത് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു ഭരണം വരുന്നത് തടുക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ പ്രതിലോമ ശക്തികളും നടത്തുക. അതിനുവേണ്ടി അവര് പാവപ്പെട്ടവരെ ഉപയോഗിക്കാൻ ഇപ്പൊ ആശ ഒരു സമരം നടക്കുന്നുണ്ട്. ആശാ സമരം യഥാർത്ഥ ആശകളൊന്നുമില്ല. കുറച്ചാളെ കാശ് കൊടുത്തു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ 10-20,000 ആശ ഉണ്ട്. അവരൊന്നും സമരത്തിലില്ല. ഒരു 500 ആളെ ഒന്നിക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. സ്ഥിരമായിട്ട് 6 മാസത്തിലുള്ള സമരം അവരോടൊന്നും മുഴുവൊന്നുമില്ല. ആശ പോരുന്നതിന് അവിടെ അംഗൻവാടിയെ കൊണ്ടിരുത്തും, വേറെ ആരെയും കൊണ്ടിരുത്തും. പാവപ്പെട്ട മനുഷ്യരെ തന്നെ കൊണ്ടിരുത്തി പണം കൊടുത്ത് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ ആയുധമാക്കുന്ന ഗൂഢാലോചന കേരളത്തിൽ നടത്തുന്നു. എടപ്പാൾ കാലടി കുണ്ടയാറിൽ ടി.പി. കുട്ടേട്ടൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ആശാ വർക്കർമാരുടെ സമരത്തെ വിമർശിച്ച് സംസാരിച്ചത്. NCV ന്യൂസ്, എടപ്പാൾ.